ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞത് അതിനകത്ത് നിന്ന് ഡാറ്റ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതായത് ലെഡ്ജേഴ്സിലുള്ള ബാലൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് ഡ്രാഫ്റ്റ് ചെയ്യുന്നു. അതിനു മുമ്പിലാണ് ആര് വരിക, ട്രയൽ ബാലൻസ് വരിക. ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന് ഇടയിൽ ഒരു സാധനം കൂടി പ്രിപ്പയർ ചെയ്യും. മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ആ അക്കൗണ്ടിന്റെ പേരാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. കേട്ടിട്ടുണ്ടോ ആരേലും മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്? കേട്ടിട്ടില്ല അല്ലെ? നമുക്ക് മാനുഫാക്ചറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. അതായത് സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു റോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് ആ മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവം, നിങ്ങൾ എന്ത് ചെയ്യും, റോ മെറ്റീരിയൽ വാങ്ങിക്കും. അത് വെച്ച് എന്ത് ചെയ്യും, നിങ്ങൾ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യും. റോ മെറ്റീരിയൽ വാങ്ങിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ ക്യാപ്റ്റീവ് കൺസംഷൻ എന്ന് പറയും. ക്യാപ്റ്റീവ് കൺസംഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ആ ടെക്നിക്കൽ ടേംസ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണേ. ക്യാപ്റ്റീവ് കൺസംഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ റോ മെറ്റീരിയലിന് ബിസിനസ് പർപ്പസിന് വേണ്ടി വാങ്ങിച്ചിരിക്കണ അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് മാനുഫാക്ചർ ചെയ്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കണ റോ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ സ്വന്തമായിട്ട് കൺസ്യൂം ചെയ്യുന്ന വീടിനെ വിളിക്കുന്ന പേരെന്താ, ക്യാപ്റ്റീവ് കൺസംഷൻ. ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ സർ നമ്മളെ റിസോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽ ഞങ്ങൾ തന്നെ യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് പേര് വിളിക്കാം, ക്യാപ്റ്റീവ് കൺസംഷൻ ഉള്ള കമ്പനിയാണെന്ന് പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ, മനസ്സിലായോ? ടേം മനസ്സിലായോ? എന്താ ടേം? ക്യാപ്റ്റീവ് കൺസംഷൻ. ക്യാപ്റ്റീവ് കൺസംഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ റിസോഴ്സുകൾ അല്ലെങ്കിൽ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ഫർദർ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൊബൈൽ എന്ന് പറയുന്ന ആണ് എന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത്. ഫൈനൽ പ്രോഡക്റ്റ് എന്താ, മൊബൈൽ മാനുഫാക്ചർ ആണ് ഞാൻ ഈ മൊബൈലിന്റെ പാർട്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ കേസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, പ്ലാസ്റ്റിക് ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഗ്ലാസ് എന്ത് ചെയ്യുന്നു, ഞാൻ പുറത്തുള്ള സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങിക്കും. ഈ വാങ്ങിച്ചിട്ട് ഞാൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ആദ്യം മൊബൈലിന്റെ ബാക്ക് കവർ അല്ലെങ്കിൽ കേസ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും ഇല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മൊബൈലുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്സും ഒരു ബിസിനസിന്റെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിന് ഡിഫറെന്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകുക. അത്തരത്തില് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്തു, മൊബൈലിന്റെ ബാക്കിലെ കേസ് കവർ എന്ത് ചെയ്തു, മാനുഫാക്ചർ ചെയ്തു. എന്നിട്ട് ഈ കേസ് കവർ ആർക്ക് ഞാൻ സെല്ല് ചെയ്യോ അറിയോ, അല്ലെങ്കിൽ എവിടേക്ക് കൊടുക്കുമെന്ന് അറിയോ? ഈ കേസ് കവർ എന്റെ സെയിം കമ്പനി, അതായത് വിത്തിൻ ദ കമ്പനിയിൽ തന്നെ ഫൈനൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി, അതായത് ഫൈനൽ പ്രോഡക്റ്റ് എന്താ, ഫൈനൽ മൊബൈൽ അസംബിൾ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. എന്താ സംഭവം, ഞാൻ ഈ വാങ്ങിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഞാൻ മൊബൈലിന്റെ കേസ് ബാക്ക് കവർ എന്ത് ചെയ്യുന്നു, ബാക്ക് കവർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ബാക്ക് കവർ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഫൈനൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തില് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെ എന്റെ കമ്പനി